ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ അതിപത്ത നായനാരെ കുറിച്ച് മനസ്സിലാക്കാം. അതിപത്ത നായനാർ നാഗപട്ടണത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു മുക്കുവനായിരുന്നു അദ്ദേഹം. ശിവഭക്തനായതുകൊണ്ട് മന്ത്രം ജപിച്ച് തൻ്റെ കുലത്തൊഴിലായ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുമായിരുന്നു. താൻ പിടിച്ചതിൽ നിന്ന് ഒരു മത്സ്യത്തെ കടലിലേക്ക് തന്നെ തിരിച്ചുവിടുമായിരുന്നു, ഭഗവാന് സമർപ്പിക്കുകയാണ് എന്ന സങ്കല്പത്തോടെ. കുറേ കാലങ്ങൾ ഈ പതിവ് തുടർന്നു. ഭഗവാൻ ഭക്തനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. തുടർച്ചയായി നിരവധി ദിവസങ്ങൾ ഒരു മത്സ്യം മാത്രമാണ് നായനാർക്ക് ലഭിച്ചത്. അതെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടിരുന്നു. കടുത്ത ദാരിദ്ര്യം അനുഭവപ്പെട്ടു. എന്നിട്ടും തന്റെ ചിട്ടയ്ക്ക് മാറ്റം വരാതെ നോക്കി. ഒരു ദിവസം ഒരു സ്വർണ്ണ മത്സ്യത്തെ അദ്ദേഹത്തിന് ലഭിച്ചു. അത് വിറ്റാൽ ജീവിതകാലം മുഴുവൻ നായനാർക്കും കുടുംബത്തിനും സുഖമായി ജീവിക്കാം. പക്ഷേ ഒരു യഥാർത്ഥ ഭക്തൻ നിശ്ചയദാർഢ്യമുള്ളവനായിരിക്കും എന്ന് നായനാർ കാണിച്ചു തന്നു. ഒട്ടും തന്നെ മടിക്കാതെ ആ സ്വർണ്ണ മത്സ്യത്തെ കടലിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. ഭഗവാന് സമർപ്പിക്കുന്നു എന്ന സങ്കല്പത്തിൽ. ഭഗവാൻ സംതൃപ്തനായി നായനാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. ധാരാളം പുസ്തകങ്ങൾ വായിച്ചു, സത്സംഗങ്ങളിൽ പങ്കെടുത്തു. എങ്കിൽ ഒരാൾ നല്ല ഭക്തനാകുമോ? രാമകൃഷ്ണദേവന്റെയും അമൃതാനന്ദമയി ദേവിയുടെയും വിദ്യാഭ്യാസം എന്താണ്? എവിടെ നിന്ന് അവർക്ക് ജ്ഞാനം ലഭിച്ചു? നമ്മുടെ സാധാരണ ബുദ്ധിയിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട്. അണ്ടത്തിലുള്ളത് പിണ്ടത്തിലുണ്ട് എന്ന ആപ്തവാക്യം ഓർമ്മ വരികയാണ്. എല്ലാ അറിവുകളും നമ്മുടെ ഉള്ളിലുണ്ട്. അത് ചികഞ്ഞെടുക്കാൻ കഴിയുന്നവർക്ക് വിജയിക്കാം, മനസ്സമാധാനത്തോടെ ജീവിക്കാം. ഏത് സാഹചര്യം വന്നാലും ഭഗവാനോടുള്ള സമർപ്പണം മുടക്കം വരുത്തില്ല എന്നുറപ്പിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മിൽ ചൊരിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതിപത്ത നായനാരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.